ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് തനത് വിധി എന്നതിനെ കുറിച്ചാണ്. ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 27-28 തിരുലിഖിതങ്ങൾ. മനുഷ്യൻ ഒരിക്കൽ മരിക്കണം, പിന്നെ വിധി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഒരിക്കൽ മരിക്കണം, പിന്നെ വിധി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ പല വ്യഗ്രതകളിടയിൽ മുഴുകിയിരുന്ന നമ്മളെ ഇതാ ഈ മണിക്കൂറിൽ ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 44-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, എന്നെ അയച്ച എൻ്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ അരികിലേക്ക് വരാൻ കഴിയുകയില്ല. അന്ത്യവിധി ദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. അനേകം ദൈവമക്കള് അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് ടെലിവിഷന്റെ മുമ്പിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തങ്ങളുടെ പാപങ്ങളോർത്ത് അനുതപിച്ച് കരയാനും ദൈവസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്താനും ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് തിരിയാനും ദൈവം കരുണയോടെ കൃപ ചൊരിഞ്ഞു. ഇതാ ഈ മണിക്കൂറിൽ വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. മാനസാന്തരത്തിന്റെ അഭിഷേകം അവിടുന്ന് ചൊരിയുന്നു, രോഗശാന്തിയുടെ അഭിഷേകം അവിടുന്ന് വർഷിക്കുന്നു, പരിശുദ്ധാത്മ അഭിഷേകങ്ങൾ അവിടുന്ന് വർഷിക്കുന്നു, ദൈവരാജ്യ ബോധ്യങ്ങൾ അവിടുന്ന് വർഷിക്കുന്നു. കുഞ്ഞുങ്ങളെയും ബാലികാ ബാലന്മാരെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സ്ഥാപനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്ന മണിക്കൂറാണിത്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ബിന്ദു. മസ്കറ്റിൽ നിന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. 2006 എൻ്റെ വലത്തെ ഓവറിയിൽ സിസ്റ്റ് വളർന്ന് വന്നിട്ടുള്ളത് ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്തു. വീണ്ടും 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2008 2 ഓവറുകളിലും സിസ്റ്റുകൾ, മുഴകൾ വളർന്നു. യൂട്രസിൽ ഫൈബ്രോയിഡും ഉണ്ടായിരുന്നു. അതെല്ലാം വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യേണ്ടി വന്നു. ഇതാ 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ 2010 വീണ്ടും എൻ്റെ വയറ്റിൽ വേദന ആരംഭിച്ചു. സഹോദരങ്ങളെ ചിന്തിക്കുക. 2006 ആദ്യം ഗർഭാശയത്തിൽ പ്രശ്നമായി, അത് പോയി ഓപ്പറേഷൻ ചെയ്ത് നീക്കി. വീണ്ടും 2 വർഷം കഴിഞ്ഞപ്പോൾ 2008 വീണ്ടും അതേപോലെ 2 ഓവറുകളിൽ മുഴകൾ വന്നു. അത് വീണ്ടും ആശുപത്രിയിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് നീക്കി. 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2010 ഇതാ വീണ്ടും ഉദരത്തിൽ വലിയ വേദനയും മുഴകളും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആ കുടുംബം കലങ്ങിയിരിക്കുകയാണ്. ആ സമയത്താണ് ഷാലോം TV-യിലെ അഭിഷേകാഗ്നി പരിപാടി എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾ കാണാറുണ്ടായിരുന്നു. ഞാൻ വിഷമിച്ചിരുന്ന ഞായറാഴ്ച അച്ഛൻ ഒരു സാക്ഷ്യം വായിച്ചത് കേട്ടു. യൂട്രസിൽ വലിയ മുഴയുണ്ടായിരുന്ന ഒരു സഹോദരിക്ക് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരി ഷാലോം TV-യിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് അതിൻ്റെ മുമ്പിലിരുന്ന് വചനം കേൾക്കുകയും യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ആശുപത്രിയിൽ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിലെ മുഴ പൂർണ്ണമായും മാറിയിരിക്കുന്നെന്ന് ആ സമയത്ത് തന്നെ ഞാൻ കരഞ്ഞു. എൻ്റെ യൂട്രസിലെ മുഴകളെ അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ദിവസം മുതൽ എൻ്റെ വേദന പരിപൂർണമായി അപ്രത്യക്ഷമായി. ഇന്ന് എൻ്റെ ഉദരത്തിൽ രോഗപീഠകൾ ഇല്ല എന്ന് ഇതാ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നോക്കുക, എല്ലാ 2 വർഷം കൂടുമ്പോഴും ഗർഭാശയത്തിലും അതുപോലെ ഓവറിയിലും മുഴകൾ വന്ന് ഓപ്പറേഷൻ ചെയ്ത് തകർന്ന കുടുംബം 2010 വീണ്ടും ഓപ്പറേഷൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ ദൈവവചനം കേട്ടപ്പോൾ
അത്ഭുതകരമായ സൗഖ്യം പ്രാപിച്ച് ഇന്ന് സന്തോഷത്തോടെ സൗഖ്യമുള്ളവളായി ആ രാജ്യത്ത് യേശുവിനെ സാക്ഷ്യപ്പെടുത്തി ആ മകൾ ഇന്ന് കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുകയാണ്. ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 9-ാം തിരുലിഖിതം, വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. 145-ാം സങ്കീർത്തനത്തിൽ 16-ാം തിരുലിഖിതം, കർത്താവ് കരങ്ങൾ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ ആരാധിക്കാം. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, ഈ മണിക്കൂറിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഓരോരുത്തരുടെ ദുഃഖത്തിൻ്റെ മേൽ അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണമേ. ഓരോ വേദനയുടെ മേൽ പിതാവേ അവിടുന്ന് ഇടപെടണമേ. ഓരോ തകർച്ചയുടെ മേൽ ഓ പിതാവേ യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഓരോ അന്ധകാര പീഡകളും യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഓ ദൈവമേ, തകരുന്ന ജീവിതങ്ങൾ, വേദനിക്കുന്ന കുഞ്ഞുങ്ങൾ, രോഗിയായിരിക്കുന്ന ഓരോ മകനും ഓരോ മകളും, സാമ്പത്തിക ഞെരുക്കത്തിൽ ഇരിക്കുന്നവർ, വലിയ വിഷമത്തിലും മനപ്രയാസം ഇരിക്കുന്നവർ, സന്തോഷം നഷ്ടപ്പെട്ടു പോയവർ, വലിയ കുറ്റബോധത്തിൽ ഇരിക്കുന്നവർ, ആത്മഹത്യാ ചിന്തയാൽ പീഡിപ്പിക്കപ്പെടുന്നവർ, ശത്രുപീഡകളാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഓരോ വേദനകളിലേക്കും യേശുവിൻ്റെ നാമം വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവെ ആരാധന, ആരാധന. ഈ നിമിഷങ്ങളിൽ വചനം കേൾക്കാൻ, യേശുവിനെ വിളിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും, ക്ഷീണങ്ങളും, ദുഷ്ടാരൂപങ്ങളും ഓരോ വ്യക്തികളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവെ ആരാധന, ആരാധന. യേശുവെ ആരാധന, ആരാധന. യേശുവെ ആരാധന, ആരാധന. യേശുവെ ആരാധന. യേശുവെ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ. തനതു വിധി എന്ന വിഷയം കത്തോലിക്ക സഭ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കുന്ന ഗൗരവമേറിയ ഒരു വിഷയമാണ്. കത്തോലിക്ക സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്ന വലിയൊരു ദൈവരാജ്യ രഹസ്യമാണ് മനുഷ്യൻ്റെ അന്ത്യങ്ങൾ. സഭയുടെ പഠനപ്രകാരം മനുഷ്യൻ്റെ അന്ത്യങ്ങൾ 4: 1 മരണം, 2 വിധി, 3 സ്വർഗം, 4 നരകം. ഇന്ന് നാം ചിന്തിക്കുന്നത് വിധി എന്ന വിഷയത്തെക്കുറിച്ചാണ്. വിധി, തനത് വിധി. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 27-ഉം 28-ഉം തിരുലിഖിതങ്ങൾ, മനുഷ്യൻ ഒരിക്കൽ മരിക്കണം, പിന്നെ വിധി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ നാം കഴിഞ്ഞ നാളുകളിൽ കേട്ടു, ആത്മാവുണ്ട്, ശരീരമുണ്ട്. നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് ആത്മാവും ശരീരവും ചേർന്ന ഒരു കോമ്പിനേഷനാണ്. നമ്മുടെ ശരീരത്തിന് ജീവിതമുള്ളതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനും ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. ഈ ശരീരത്തിൽ ആയിരിക്കുന്ന മനുഷ്യൻ ഈ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുമെന്ന് ചിന്തിക്കണം. മനുഷ്യൻ്റെ മരണം വരുന്നതോടുകൂടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ അവസാനിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ആത്മാവ് നിത്യമായ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മനുഷ്യൻ്റെ മരണം ഒരു നിർണായക സ്റ്റേജാണ്, ഒരു നിർണായക നിമിഷമാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്തിട്ടുള്ള ഓരോ നന്മ തിന്മകൾക്കും അനുസരിച്ച് മനുഷ്യൻ മരണനിമിഷം ഒരു വിധിയെ നേരിടണം എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുന്നുണ്ട്. നല്ല വിധത്തിൽ ജീവിച്ചിട്ടുള്ളവർ, നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുള്ളവർ, സൽകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവർ മരിക്കുമ്പോൾ ആ വിധത്തിലുള്ള ഒരു വിധി സ്വീകരിക്കുന്നു. ദുഷ്ടപ്രവർത്തികൾ ചെയ്തിട്ടുള്ളവർ, തിന്മ ചെയ്തിട്ടുള്ളവർ, അക്രമം ചെയ്തിട്ടുള്ളവർ മരിക്കുമ്പോൾ ആ വിധത്തിലുള്ള ഒരു വിധി സ്വീകരിക്കുന്നു. ഇതാ ഒരു രംഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ദൈവത്തിന് വളരെ പ്രിയങ്കരമായി ജീവിക്കാൻ പരിശ്രമിച്ച സിയന്നായിലെ വിശുദ്ധ കാതറിന്റെ ജീവിതം എടുക്കുക. ഈ ലോകത്തിൽ 33 വയസ്സ് വരെയാണ് വിശുദ്ധ കാതറിൻ ജീവിച്ചത്. ജീവിച്ചിരുന്ന കാലത്ത് പ്രാർത്ഥന, വിശുദ്ധ ജീവിതം, ദൈവവചനം അനുസരിച്ചുള്ള ചിട്ട, തിരുസഭാ സ്നേഹം, സാധുക്കളോടുള്ള പരിഗണന, ഇങ്ങനെ ദൈവവചനപ്രകാരം ജീവിക്കാൻ വേണ്ടി ബലിയായി തീർന്ന ജീവിതമാണ്
സിയന്നായിലെ വിശുദ്ധ കാതറിന്റെ ജീവിതം. ആ എളിയ മകള് ഇതാ 33-ാമത്തെ വയസ്സിൽ മരണത്തോട് അടുക്കുകയാണ്. മരണം തൊട്ടുപക്കത്തെത്തി. ഇതാ കാതറിന്റെ മുഖം മുഴുവൻ സ്വർഗീയമായ പ്രകാശത്താൽ നിറഞ്ഞു. ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: ദൈവദൂതന്റെ മുഖം പോലെ ആ മുഖം പ്രകാശിക്കാൻ തുടങ്ങി. കാതറിൻ ഉച്ചരിച്ച അവസാനത്തെ വാക്കുകൾ എങ്ങനെയാണ്? ഓ എൻ്റെ യേശുവേ, അങ്ങനെ പ്രയസി എന്ന് വിളിക്കുന്നു. ഇതാ എൻ്റെ ആത്മാവിനെ എൻ്റെ പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. ദൈവദൂതന്റെ മുഖം പോലെ വിശുദ്ധയുടെ മുഖം പ്രകാശിച്ചു. ആള് മരിച്ചു. നോക്ക്, ഈ ലോകത്തിലെ അവസാനത്തെ നിമിഷം, മരണത്തിന്റെ നിമിഷം, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന വിധത്തിൽ ഈ വിശുദ്ധ ലോകത്തിൽ നിന്ന് യാത്രയായി. വിശുദ്ധനായ ഡൊമിനിക് സാവിയോ ഒരു ബാലനാണ്. കൊച്ചു പ്രായത്തിൽ തന്നെ, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരണം വഴി ഈ ലോകം വിട്ട് ദൈവപിതാവിന്റെ പക്കലേക്ക് പോയ മറ്റൊരു വിശുദ്ധനായ വ്യക്തിയാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. തൻ്റെ ജീവിതത്തിൽ മരണത്തിന്റെ സമയം അടുത്തപ്പോൾ തൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന, തന്നെ പരിചരിച്ചുകൊണ്ട് അപ്പച്ചനോടും അമ്മച്ചോടും പറയുകയാണ്: ഇതാ സമയമായി, എനിക്ക് പോകാൻ സമയമായി, നല്ല മരണത്തിനുള്ള പ്രാർത്ഥനകൾ ചൊല്ലിത്തരിക. അങ്ങനെ അപ്പനും അമ്മയും ആ കുട്ടിക്ക് നല്ല മരണത്തിനുള്ള പ്രാർത്ഥനകളെല്ലാം ചൊല്ലിക്കൊടുക്കുമ്പോൾ പെട്ടെന്ന് വിശുദ്ധ ഡൊമിനിക് സാവിയോടെ കണ്ണുകൾ ഏതാനും നിമിഷങ്ങൾ അടച്ചു. പിന്നെ അദ്ദേഹം തുറന്നു. അദ്ദേഹത്തിന്റെ മുഖം സൂര്യനെ പോലെ പ്രശോഭിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു: ഓ, എന്തൊരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ ഈ കാണുന്നത്. ഡൊമിനിക് സാവിയോ മരിച്ചു. വിശുദ്ധനായ അന്തോനീസ് പുണ്യാളന്റെ ജീവചരിത്രം എടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്തോനീസ് പുണ്യാളന്റെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മരണത്തിന്റെ വക്കത്തെത്തി അന്തോനീസ് പുണ്യാളൻ പെട്ടെന്ന് സ്ഥലത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. ഉടനെ ചുറ്റുമുണ്ടായിരുന്ന സന്യാസിമാർ ചോദിച്ചു: ഗുരു ഗുരു, അങ്ങിപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അന്തോനീസ് പുണ്യവാളൻ സുസ്മേര വദനനായി പുഞ്ചിരി തൂകുന്ന മുഖത്തോടെ പറഞ്ഞു: ഇതാ ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അന്തോനീസ് പുണ്യാളൻ മരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 56-ാമത്തെ വാക്യത്തിൽ എസ്തപ്പാനോസിന്റെ ജീവിതത്തിലും സംഭവിച്ചത് നമ്മൾ വായിക്കുന്നില്ലേ? ചുറ്റും മതവിരോധികളിൽ നിന്ന് കല്ലെറിഞ്ഞ് എസ്തപ്പാനോസിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരണത്തിന്റെ വക്കത്തെത്തിയ എസ്തപ്പാനോസ് മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രശോഭിച്ചിട്ട് വിളിച്ചു പറയുകയാണ്: ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പിതാവിന്റെ വലത് ഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഉടനെ ചുറ്റുമുണ്ടായിരുന്നവർ പറഞ്ഞു: ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ് കല്ലുകൾ എറിഞ്ഞു. ഏതാനും നിമിഷങ്ങൾ യേശു എസ്തപ്പാനോസിന്റെ അരികത്തേക്ക് എത്തി. എസ്തപ്പാനോസ് പറഞ്ഞു: പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എസ്തപ്പാനോസ് മരിച്ചു. എന്തൊരു മനോഹരമായ കടന്നുപോകല്! ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കുന്നുവോ അതിനനുസരിച്ചുള്ളൊരു വിധി, അതിനനുസരിച്ചുള്ളൊരു മരണം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. മരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ഒരു വിധി ഞാനും നിങ്ങളും ഏറ്റുവാങ്ങുന്നു എന്നാണ് വിശുദ്ധ ലിഖിത പ്രകാരവും തിരുസഭയുടെ പഠനപ്രകാരവും മനസ്സിലാക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 27-ഉം 28-ഉം അധ്യായങ്ങൾ പഠിപ്പിക്കുന്ന പ്രകാരമാണ്: മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നത്. ജീവിതാന്ത്യം മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ! ജീവിതാന്ത്യം മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തും. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നല്ല ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കുമ്പോൾ ഒരു നല്ല മരണം. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ഒരു തോന്നിയാസ ജീവിതമാണ് നയിച്ചിരിക്കുന്നതെങ്കിൽ മരിക്കുമ്പോൾ ഒരു തോന്നിയാസ മരണം. ഇതൊക്കെ മനസ്സിലാക്കാൻ, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ മരിച്ചു കിടക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. ചില ആളുകൾ മരിച്ചു കിടക്കുമ്പോൾ എന്തൊരു പ്രസാദാത്മകമായിട്ടാണ് മരിച്ചു കിടക്കുന്നത്. ഉദയസൂര്യൻ ഉദിച്ചു വരുന്ന പോലെയാണ് ചിലരുടെ മുഖത്തേക്ക്, മരണം കഴിഞ്ഞ് മരിച്ചു കിടക്കുന്ന ചിലരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുക. അതുപോലെ പ്രസന്നവദനരായി മരിച്ചു കിടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ! ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അയാൾ ഏറ്റുവാങ്ങുന്ന വിധിക്ക് അനുസരിച്ചാണ് അയാളുടെ മുഖത്തിന്റെ ഷേപ്പ്.
മരിക്കുന്ന സമയത്ത് അയാൾ കാണുന്ന കാഴ്ചക്കനുസരിച്ചാണ് അയാളുടെ മുഖത്തിൻ്റെ ഷേപ്പ്. മരിക്കുമ്പോൾ സ്വർഗത്തിലെ പ്രതിഫലമാണ്, നിത്യരാജ്യമാണ് പ്രതിഫലമായി ലഭിക്കുന്നതെങ്കിൽ, യേശുവിനോട് കൂടെയുള്ളൊരു ജീവിതമാണ് പ്രതിഫലമായി ലഭിക്കുന്നതെങ്കിൽ, ആ മുഖം വെട്ടിത്തിളങ്ങും, ആ മുഖം പ്രകാശിക്കും. ഹല്ലേലൂയ. എന്നാൽ മരിക്കുമ്പോൾ അഗ്നികുണ്ഡത്തിലേക്ക് വീഴുന്ന ആളുകളുമുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. മരിക്കുമ്പോൾ ഭയാനകമായ വിധത്തിൽ മരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഹല്ലേലൂയ. കത്തോലിക്ക സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1022 ഖണ്ഡികയിൽ കത്തോലിക്ക സഭ തൻ്റെ മക്കളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. മരിക്കുന്ന നിമിഷം തന്നെ എനിക്ക് നിങ്ങൾക്ക് ഒരു വിധിയുണ്ട്. ഒന്നുകിൽ ഞാനും നിങ്ങൾ നരകത്തിലേക്ക് വിധിക്കപ്പെടും, അല്ലെങ്കിൽ ഞാനും നിങ്ങൾ സ്വർഗത്തിലേക്ക് വിധിക്കപ്പെടും. ഞാൻ നിങ്ങൾ സ്വർഗത്തിലേക്കാണ് വിധിക്കപ്പെടുന്നതെങ്കിൽ പൂർണ്ണമായും വിശുദ്ധമായ അവസ്ഥയിൽ, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം അഗ്നിയിലൂടെ എന്ന വണ്ണം എന്നെയും നിങ്ങളെയും അവസാന റൗണ്ട് ശുദ്ധീകരിച്ച് ദൈവം നിത്യഭാഗ്യത്തിലേക്ക് ചേർക്കും. ഹല്ലേലൂയ. അപ്പോൾ മരിക്കുന്ന നിമിഷം തന്നെ എൻ്റെയും നിങ്ങളുടെയും വിധി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു. മരണമെന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മുഴുവൻ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം സ്വീകരിക്കുന്ന സമയമാണ്. ഒന്നുകിൽ നിത്യമായ രാജ്യം, ഒന്നുകിൽ പിതാവിൻ്റെ രാജ്യം, ഒന്നുകിൽ സ്വർഗരാജ്യം, നിത്യജീവിതം, അല്ലെങ്കിൽ നിത്യലജ്ജ, നിത്യനരകാഗ്നി. ഹല്ലേലൂയ. വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് CCC 1021 ഖണ്ഡികയിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടനെ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് പലപ്പോഴും പുതിയ നിയമം ഉറപ്പിച്ച് പറയുന്നുണ്ട്. പൊതുവിധി ദിനത്തിൽ ഈ തനത് വിധിയിൽ മരിക്കുന്ന സമയത്ത് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ആ വിധി അനുസരിച്ച് എനിക്ക് എന്ത് വിധിയാണോ ഉള്ളത് അത് എല്ലാവരുടെയും മുമ്പിൽ വെളിവാക്കപ്പെടുന്ന സമയമാണ്. പ്രസിദ്ധനായ ബൈബിൾ പണ്ഡിതൻ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം ഇതിനെക്കുറിച്ച് ആത്മാക്കളുടെ ലോകം എന്ന തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന ഇപ്രകാരമാണ്: തനത് വിധിയുടെ സ്ഥിരീകരണവും പരസ്യമായ പ്രഖ്യാപനവും മാത്രമാണ് പൊതുവിധിയിൽ സംഭവിക്കുക. തനത് വിധിക്ക് മാറ്റം വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. തനത് വിധി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരിക്കുമ്പോൾ അപ്പോൾ തന്നെ ആ വ്യക്തിക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെടുന്ന വിധി. ആ തനത് വിധിയുടെ സമയത്ത് എന്താണോ എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് അത് പൊതുവിധിയിൽ മാറ്റം വരികയില്ല. അന്ത്യവിധിയിൽ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ഇരുവശങ്ങളിലേക്കും ലോകത്തിലെ സകല ജനതകളും വേർതിരിക്കപ്പെടും. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളൊരു വിധിയല്ല, ലോകത്തിലുള്ള സകല ജനതകൾക്കും ഇതുണ്ട്. അങ്ങനെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ യേശുവിൻ്റെ ഇടതേക്കും വലതേക്കും നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും തങ്ങളുടെ പ്രതിഫലം സ്വീകരിക്കാൻ വേണ്ടി വേർതിരിക്കപ്പെടും. അങ്ങനെ വേർതിരിക്കപ്പെടുന്ന അന്ത്യവിധിയെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ അന്ത്യവിധിയിൽ പൊതുവിധിയിൽ എന്താണ് സംഭവിക്കുന്നത്? ഓരോ വ്യക്തിയുടെയും തനത് വിധിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വിധി പൊതുവിധിയിൽ എല്ലാവർക്കും പ്രത്യക്ഷീകരിക്കപ്പെടും. പൊതുവിധി, അതായത് ഇപ്പൊ എൻ്റെ അപ്പനോ അപ്പൻ്റെ അപ്പനോ അല്ലെങ്കിൽ നമ്മുടെ വല്യപ്പന്മാർ ആരെങ്കിലും മരിച്ചു, നരകത്തിലാണോ സ്വർഗത്തിലാണോ ഇപ്പൊ നമുക്ക് അറിയാൻ പാടില്ല. എന്നാൽ അന്ത്യവിധിയിൽ നമുക്കറിയാൻ പറ്റും ഇന്ന ആളുകൾ നരകത്തിലാണ്, ഇന്ന ആളുകൾ സ്വർഗത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് മൈക്കിൾ കാര്യമറ്റത്തിൽ അച്ഛൻ തൻ്റെ ജ്ഞാനത്തിൽ ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. തനത് വിധിയുടെ സ്ഥിരീകരണവും പരസ്യമായ പ്രഖ്യാപനവും മാത്രമാണ് പൊതുവിധിയിൽ സംഭവിക്കുക. തനത് വിധിക്ക് മാറ്റം വരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ഞാനും നിങ്ങളും പ്രതിഫലം സ്വീകരിക്കേണ്ടി വരും. ഹെബ്രായ ലേഖനത്തിൽ 4 അധ്യായം 13 തിരുലിഖിതം: അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്.
നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. മരണനിമിഷം നമ്മുടെ സകല പ്രവൃത്തികൾക്കും ഞാനും നിങ്ങളും കണക്ക് കൊടുക്കണം. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായി ഓടിയെത്തും. അപ്പോൾ അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരുടെ മുഖത്ത് തുറിച്ചു നോക്കി അവരെ കുറ്റപ്പെടുത്തും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും ചെയ്തുള്ള പാപങ്ങൾ, ഞാനും നിങ്ങളും ചെയ്തുള്ള അരുതായ്മകൾ, ദുഷ്പ്രവൃത്തികൾ, കൊടുംകൃത്യങ്ങൾ മരിക്കുന്ന നിമിഷം എന്നെയും നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ചുറ്റും അലറിക്കൊണ്ട് നിലകൊള്ളും എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം, അവിഹിതമായ വീഴ്ചയുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളായി ഇറങ്ങി വരും. സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 14-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, നല്ലതോ ചീത്തയോ ആയ ഏതൊരു നിഗൂഢ പ്രവൃത്തിയും ദൈവം ന്യായപീഠത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരും. ഈ ഭൂമി ഞാനും നിങ്ങളും ചെയ്യുന്ന ചെറിയൊരു നല്ല പ്രവൃത്തി ഉണ്ടെങ്കിൽ ആ നല്ല പ്രവൃത്തി മരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി വാദിക്കും. ഞാനും നിങ്ങളും ചെയ്യുന്ന ചീത്ത പ്രവൃത്തികൾ, ദുഷ്പ്രവൃത്തികൾ, നുണ, കള്ളം, വഞ്ചന, ചതി, സ്നേഹമില്ലായ്മ, ക്രൂരത, പ്രതികാരം, ഞാനും നിങ്ങൾ ചെയ്യുന്ന ഓരോ ചീത്ത പ്രവൃത്തിയും മരിക്കുന്ന നിമിഷം എനിക്കും നിങ്ങൾക്കുമെതിരെ ദൈവസന്നിധി നിലവിളിക്കും. ഞാനും നിങ്ങൾ ചെയ്ത ഓരോ പ്രവൃത്തികൾക്കും ഞാനും നിങ്ങൾ പ്രതിഫലം സ്വീകരിച്ചേ മതിയാവും. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 10-ാം തിരുലിഖിതം, മനുഷ്യർ തങ്ങളുടെ ശാരീരികത ചെയ്തിട്ടുള്ള സകല നന്മതിന്മകൾക്കും പ്രതിഫലം സ്വീകരിക്കാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടവരാണല്ലോ. ഒരു വിധിയുണ്ട്, ഒരു ന്യായവിധിയുണ്ട്. എൻ്റെ നിങ്ങളുടെ ജീവിതം ചെയ്ത ഓരോ പ്രവൃത്തികൾക്കും എനിക്കും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും. പ്രിയ ദൈവ പൈതലേ, ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള കാലഘട്ടത്തിൽ ഈ ആരോഗ്യവും ഈ സമയവും ഇതെല്ലാം തിന്മ പ്രവൃത്തികൾ ചെയ്ത് നശിപ്പിച്ച് കളയരുതേ. എൻ്റെയും നിങ്ങളുടെ നിത്യജീവിതത്തിന് വേണ്ടി ശേഖരിച്ച് കൂട്ടാൻ, എൻ്റെയും നിങ്ങളുടെ നിത്യജീവിതത്തിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയല്ലേ എൻ്റെയും നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നോട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്? ഓരോ മനുഷ്യൻ്റെയും മരണം നിർണായകമായ സമയമാണ്. നന്നായി ഒത്തിരി വിശുദ്ധമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ഈ ജീവിതത്തിൽ ഒരുപാട് ത്യാഗം സഹിച്ച് കണ്ണുനീരോടെ ആത്മാവിന് വേണ്ടി വിതയ്ക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനാണെങ്കിൽ അന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. മരിക്കുന്ന സമയത്ത് അത് കാണേണ്ടി വരും. എന്നാൽ ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് മരിക്കുന്ന സമയത്ത് തങ്ങളുടെ വിധി അറിയുമ്പോൾ, തങ്ങളുടെ അവസ്ഥ അറിയുമ്പോൾ ഇത് അനേകർ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഈ ലോകം വിട്ടു പോകുന്നത്. എന്നാൽ മറ്റനേകം പേർ വലിയ വേദനയോടെ കരഞ്ഞും നിലവിളിച്ചും പോവുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 41-42 വാക്യങ്ങൾ, മനുഷ്യപുത്രർ തന്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവന്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിത്യശിക്ഷയിലേക്ക് വീഴുന്ന ആത്മാക്കളെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിലൂടെ യേശു പഠിപ്പിക്കുകയാണ്. അതായത് അന്ധകാരത്തിലേക്കും നിത്യശിക്ഷയിലേക്ക് വീഴുന്നവർ വലിയ വിലാപത്തോടും വേദനയോടും കൂടിയാണ് ഈ ലോകം വിട്ടുപോകുന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നമുക്ക് നൽകിയ ഈ ജീവിതത്തിന്റെ അവസാന ഒരു വിധിയുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഓരോ പ്രവൃത്തികൾക്ക് അനുസൃതമായി ഞാനും നിങ്ങളും വിധിക്കപ്പെടും. ഈ നിമിഷങ്ങൾ എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ലോക ജീവിതത്തിൽ തിരിച്ചറിവോടെ ജീവിക്കാൻ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ, ആത്മാവിന്റെ നിത്യതയെക്കുറിച്ച് ചിന്തിച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനം ഹൃദയങ്ങളിലേക്ക് വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. എന്നുമെന്നും ഓസ്തിയായി ജീവനേകും സ്നേഹമേ, എന്നിലെന്നും വാസമായി നീയലിഞ്ഞു ചേരണം. തണലാകണം നീ, നിറവാകണം, ഒരുപാട് സ്നേഹത്തിൻ കടലാകണം.
ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. മകനെ, മകളെ, സങ്കടത്തിൻ്റെയും കണ്ണുനീരിൻ്റെ നടുവിൽ തകരുന്നൊരു ജീവിതമാണോ നിന്റെ ജീവിതം? ഈശോയിലേക്ക് 2 കരങ്ങൾ ഉയർത്തുക. യേശുവേ സുഖപ്പെടുത്തണമേ. കരഞ്ഞ് നിലവിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ. രോഗികളും ദുഃഖിതരും ഉറക്കെ പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ. എല്ലാ കുട്ടികളും സകലരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, അവിടുന്ന് തൊടണമേ, അവിടുന്ന് സൗഖ്യം നൽകണമേ, അവിടുന്ന് ഇടപെടണമേ കർത്താവേ. അത്ഭുതങ്ങൾ ചെയ്യണമേ, എല്ലാ രോഗക്കെട്ടുകൾ അഴിക്കണമേ, കണ്ണുനീര് ഒപ്പിയെടുക്കണമേ, തകർച്ചകളെ നീക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സുഖമാക്കണേ, യേശുവേ സുഖമാക്കണേ.